Hi friends, Assalamualaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി കോംബോ ബോട്ടിലോട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് 3 ഒരുപോലെയുള്ള സെയിം രീതിയിൽ സെയിം ആകൃതിയിലുള്ള ബോട്ടിൽസ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെറും ഗ്ലൂ ഗണ്ണും കുറച്ച് കളറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി ആയിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ ചെയ്ത് വെക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏതൊരു ഷേപ്പിലും നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈയിടെ ആയിട്ട് ഡെയിലി വീഡിയോ ഇടുന്നതിൽ നിന്ന് 3 ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി മുതൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമേ വീഡിയോ ഇടുള്ളൂ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് വീഡിയോസൊക്കെ അധികമായിട്ട് എടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് എടുത്തതിന് ശേഷം 2 ദിവസം ആഴ്ചയിൽ 2 ദിവസമായിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഫാമിലിനോട് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ ചെയ്തെടുത്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് ബോട്ടിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബോട്ടിൽ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ സെക്കൻഡ് ബോട്ടിൽ റൗണ്ട് ഷേപ്പായിട്ട് ചെറുതും വലുതും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ തേർഡ് ബോട്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഓരോരോ ലൈൻസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷേപ്പിലാണ് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടോ ഈ ബോട്ടിൽ കളർ ചെയ്തെടുക്കുക. സാധാ പെയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളായ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൽ കറക്റ്റായിട്ട് പെയിൻറ്റ് വരണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റോ അല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റോ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഗോൾഡനും സിൽവറും വൈറ്റും ആണ്. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സും സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സെയിം കളേഴ്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളെ കയ്യിൽ ഏതാണോ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആ കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ബോട്ടിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ 3 ബോട്ടിലും സെയിം ഏരിയയിൽ സെയിം അകലത്തിലാക്കിയിട്ട് വെക്കുന്ന സമയത്താണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഡെക്കോർ പീസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയിൽ ഇതുപോലെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മളെ ആ ഒരു വർക്ക് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ബോട്ടിലും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സ്പ്രേ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈൻ്റെ മുകളിലൂടെ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സിന് ബ്ലാക്കാണ് കുറച്ചും കൂടി മാച്ചായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസ് കോട്ടായിട്ട് ഏതാണോ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് മാച്ചായിട്ടുള്ള രീതിയിൽ തന്നെ അക്രിലിക് കളർ എടുത്തിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് ഡോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹേർട്ട് ഷേപ്പായിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഷേപ്പിലും സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ടോ നമുക്കിഷ്ടമുള്ള ഏതൊരു ഷേപ്പിലും നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇതിനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നൂലിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ബോട്ടിൽ കാണാനായിട്ട്
അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഇവിടെ ആയിട്ട് പൊന്തി നിൽക്കുമ്പോൾ നമുക്ക് ബോറായിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വെലിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ ബോട്ടിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബോട്ടിൽ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നെക്ക് പോർഷനിൽ കൂടി നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 3 ബോട്ടിലാട്ടും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിൽ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മണി പ്ലാന്റ് ഒക്കെ ഓരോരോ ഏരിയയിലായിട്ട് വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഓരോ ഷേപ്പിലായിട്ടുള്ളത് സെയിം കളറിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴും ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അത് നമുക്ക് ഓരോരോ ഏരിയയിലായിട്ട് വെക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും അത് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.